ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് മൗലികാവകാശങ്ങൾ. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത്? നമുക്കിഷ്ടമുള്ളത് പറയാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനോ ഒക്കെ കഴിയുന്നില്ലേ? ഇതിന്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു ശക്തി എന്തായിരിക്കും? അതെ, ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമ്മുടെ സ്വന്തം ഭരണഘടനയിൽ തന്നെയുണ്ട്. ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗം, അതായത് പാർട്ട് 3, അതാണ് ഈ ഉറപ്പുകളൊക്കെ നമുക്ക് നൽകുന്നത്. വെറുതെ കുറച്ച് വാക്കുകൾ എഴുതിവെച്ചതല്ല, നിയമപരമായി നമുക്കുറപ്പു തരുന്ന വാഗ്ദാനങ്ങളാണിവ. അപ്പോ എന്താണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. ഓരോ ഇന്ത്യൻ പൗരന്റെയും കംപ്ലീറ്റ് ഡെവലപ്മെന്റിന്, അതായത് ശാരീരികവും മാനസികവും ധാർമ്മികവുമായ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്കും അത്യാവശ്യമായ ചില അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ അവകാശങ്ങളൊന്നും നമുക്ക് അങ്ങനെയങ്ങ് കിട്ടിയതല്ല കേട്ടോ. ഇതിനു പിന്നിൽ ഒരുപാട് പോരാട്ടങ്ങളുടെ കഥയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നെ തൊട്ടുകൂടായ്മ പോലെയുള്ള ഭീകരമായ സാമൂഹിക പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ അനുഭവിച്ച അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ മറുപടിയായിട്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ അവകാശങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ 6 നെടുംതൂണുകൾ ഏതൊക്കെയാണെന്നൊന്ന് വേഗത്തിൽ നോക്കാം. ഇത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ആ 6 മൗലികാവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, പിന്നെ എല്ലാറ്റിനു മുകളിലായി ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനായി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. നമുക്കിതിലെ പ്രധാനപ്പെട്ട ചിലതിലേക്കൊന്ന് കടന്നു ചെല്ലാം. 1-ാമത്തെ തൂൺ, സമത്വത്തിനുള്ള അവകാശം. നിയമത്തിനു മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ്. മതം, ജാതി, ലിംഗം, ജനിച്ച സ്ഥലം, ഇതിന്റെ ഒന്നും പേരിൽ ഒരാളോടും ഒരു വിവേചനവും പാടില്ല. അതായത് ഒരു ഹോട്ടലിലോ കടയിലോ റോഡിലോ ഒന്നും ആർക്കും പ്രവേശനം നിഷേധിക്കാൻ കഴിയില്ല. അടുത്തത് 2-ാമത്തെ തൂൺ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീവശ്വാസം. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി പറയാം, സമാധാനപരമായി ഒത്തുകൂടാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം. ഇതെല്ലാം ഈ അവകാശത്തിന് കീഴിൽ വരുന്നതാണ്. ഇനി 3-ാമത്തെ തൂൺ, ചൂഷണത്തിനെതിരായുള്ള അവകാശം. സമൂഹത്തിലെ ദുർബലരായ ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യക്കടത്ത്, അടിമപ്പണി, ഒരാളെക്കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നത്, ഇതൊക്കെ നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഖനികളിലോ ഫാക്ടറികളിലോ പോലെയുള്ള അപകടം പിടിച്ച ജോലികൾക്ക് വെക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സംശയം, ഈ അവകാശങ്ങളെല്ലാം ഭരണഘടനയിൽ വെറുതെ എഴുതിവെച്ചാൽ മതിയോ? പോരല്ലോ. ഈ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുകളായി പോകാതെ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതാണ് നമ്മുടെ അവകാശങ്ങളുടെ യഥാർത്ഥ ഗാർഡിയൻ. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ ഈ അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ എന്തു ചെയ്യും? ആര് നമ്മളെ സഹായിക്കും? അല്ലേ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. അതിനുള്ള ഉത്തരം ഇതാണ്: നമ്മുടെ കോടതികൾ. സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകർ. ഈ സ്ഥാപനങ്ങളാണ് നമ്മുടെ അവകാശങ്ങൾക്ക് ഒരു കോട്ട പോലെ കാവൽ നിൽക്കുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32 പ്രകാരം ഏതൊരു സാധാരണ പൗരനും തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റൊരിടത്തും പോകാതെ നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ഓർക്കണം, ഇതും ഒരു മൗലികാവകാശമാണ്, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഈ അവകാശത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നറിയാമോ? നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഈ ആർട്ടിക്കിൾ 32-നെ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ അവകാശം ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള അവകാശങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാതെ പോയേനെ, അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ അങ്ങനെ നിൽക്കുന്ന ഒന്നല്ല. അത് കാലത്തിനനുസരിച്ച് മാറുകയും വളരുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള രേഖയാണ്.
കാലത്തിനനുസരിച്ച് ഇതിന് വന്ന മാറ്റങ്ങൾ നോക്കൂ. ഉദാഹരണത്തിന് 1978 സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമല്ലാതായി അതൊരു നിയമപരമായ അവകാശമായി മാറി. പിന്നെ 2002 വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ആർട്ടിക്കിൾ 21A വഴി. അടുത്തിടെ 2017 സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രൈവസി, നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗം തന്നെയാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. കണ്ടില്ലേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അവകാശങ്ങളും വികസിക്കുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കാര്യം? ഈ അവകാശങ്ങൾ ഒരു ലിവിംഗ് ഗ്യാരണ്ടിയാണ്. ഭരണഘടനയുടെ ആ അടിസ്ഥാന മൂല്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്താതെ തന്നെ പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ അവ സ്വയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോ ഭാവിയിൽ ഒരു മൗലികാവകാശമായി കണക്കാക്കാൻ പോകുന്ന അടുത്ത അവകാശം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.